മമ്മൂട്ടിയെ പറ്റി പറയാതിരിക്കാൻ പറ്റത്തില്ല. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇപ്പോൾ 2 ദിവസത്തേക്ക് മുമ്പ് ഞാൻ അവാർഡ് വാങ്ങിക്കാൻ പോയപ്പോഴും ഞാൻ പറഞ്ഞത് സത്യം പറഞ്ഞാൽ മമ്മൂട്ടിക്കുള്ള ഏറ്റവും വലിയൊരു ഗുണം എന്ന് പറഞ്ഞ ഒരു ഓപ്പൺനെസ് ഉണ്ട്. അത് ഒരു തുറന്ന മനസ്സാണ്. ഈ പെട്ടെന്ന് അത് സുഖമായിട്ടൊരിക്കൽ പറഞ്ഞേ, എൻ്റെ കൂട്ടാ നാക്ക് ചിലപ്പോൾ ഒന്ന് വളഞ്ഞു പോകും, പക്ഷെ തന്നെ സ്വയം തിരുത്തുമെന്ന്. അല്ല, ശരിക്കും പറയുകയാണെങ്കിൽ മമ്മൂട്ടിയെ എനിക്ക് ഭയങ്കര ബഹുമാനമാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ മറക്കാനൊക്കാത്തൊരു സംഭവമുണ്ട്. പൃഥ്വിരാജിൻ്റെ തുടക്കകാലത്ത് ഒരു ചില്ലറ ഈ സംഘടന ഇതുപോലെയൊക്കെ ചില്ലറ ചെയ്തപ്പം മറ്റേ മുദ്രാവാക്യം വിളി, ആന മാപ്പ് പറയണം, ഇവനെ പുറത്താക്കണം, ആന ചേരാൻ ഭയങ്കര ബഹളം. സത്യം പറഞ്ഞാൽ ഞാൻ എന്തിപ്പോൾ വലിയ ആകെപ്പാടെ 2-3 പടം ആയിട്ടുള്ളൂ, ഒന്നുമല്ല, അവരാരുമല്ല. എന്ത് സംഭവം എന്തോന്ന് എനിക്ക് മനസ്സിലായില്ല. അതിപ്പോൾ ഇങ്ങനെ ഏതാണ്ടൊരു പടം അഭിനയിക്കാൻ പോയി, ഇപ്പം അഭിനയിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംഭവങ്ങളായിരുന്നു. അപ്പോൾ അന്ന് എല്ലാവരും അവിടെ ഇരിപ്പുണ്ട്. എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഒരു തൂണിൻ്റെ അപ്പുറത്തൂടെ മമ്മൂട്ടി നടന്നിട്ട് പറഞ്ഞു, ഓഹ് ഇത് ഒരു വാസ്തവത്തിൽ ഇതൊക്കെ പറയാൻ വിഷമമുണ്ട്, എന്തായാലും ഞാൻ പറയുന്നത് ഇനി അയ്യോ അല്ല നിങ്ങളൊക്കെ സോറി നിങ്ങളൊക്കെ മാപ്പാക്കണം എന്ന് പറഞ്ഞാൽ തീർക്കണേ എൻ്റെ പൊന്നെ ചേച്ചി, വേറെ കൊണ്ടല്ല, ഇതൊന്ന് നീട്ടിക്കൊണ്ട് പോകണം. ആ പേരിൽ പൃഥ്വിരാജ് കുറച്ചിങ്ങനെ മാറി നിൽക്കട്ടെ എന്നുള്ള ആഗ്രഹക്കാരും ഇത് സത്യം അദ്ദേഹം അത് പറഞ്ഞതെന്ന് വെച്ചാൽ ഒരു പുതുമുഖ നടനല്ലേ, അവരങ്ങനെ ചെത്തണ്ട സുകുമാരൻ്റെ പോരാന്നും പറഞ്ഞ് എന്നൊരു മനോഭാവം കുറച്ച് പേർക്കെങ്കിലും കാണും. വേണ്ട പറഞ്ഞേക്കട്ടെ. അപ്പോൾ അവരെ പറ്റി ഇവിടെ വന്ന് സോറി പറഞ്ഞു ചോദിച്ചപ്പോൾ സോറി എന്നല്ല മാപ്പെന്ന് തന്നെ പറയണം എന്നും പറഞ്ഞൊരു ബഹളമായിരുന്നു അത്. അപ്പോൾ ഞാൻ ആലോചിച്ചു, ഇത്രയും നടീനടന്മാർ ഇവിടെ ഇരിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടപ്പെട്ടവരൊക്കെ, അദ്ദേഹത്തിന് അത് പറയണം തോന്നുന്നത് സുകുമാരൻ ചേട്ടൻ്റെ മകനായതുകൊണ്ടാണ്. അവർ തമ്മിൽ അത്ര ഒരു ആത്മബന്ധം പോലെ. പിന്നെ ഞങ്ങളൊരു പടമെടുത്തു, അദ്ദേഹത്തിനെ കണ്ട് ഡേറ്റ് പറയാനും മറ്റു കാര്യങ്ങൾക്കായിട്ട് എറണാകുളത്ത് സുഖേട്ട വന്നപ്പോൾ ഫോണിൽ കൂടെ പറഞ്ഞു, അയ്യേ സുഖേട്ട നിങ്ങൾ എൻ്റെ വീട്ടിലോട്ട് വരണ്ട, ഞാൻ അങ്ങോട്ട് വരാതെ പറഞ്ഞ് ഗ്രാൻഡ് ഹോട്ടലിൽ അങ്ങോട്ട് ചെയ്താൽ കണ്ടതാണ്. അന്ന് മുതൽ ഇന്ന് വരെ എന്തെല്ലാം പറഞ്ഞാലും ശരി എല്ലാ മര്യാദകളും അതുപോലെ പാലിക്കുന്നവരാണ്. പിന്നെ ചൂടാകുമ്പോൾ ഈ ചൂടം പറഞ്ഞെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ഒരു 5 മിനിറ്റ് അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ പലപ്പോഴും ഞാൻ പറയും, മമ്മൂട്ടി എന്ന് പറഞ്ഞ ഒരു മഹാനടൻ എന്ന് പറയുന്നത് ഈ ഒരു വശം സത്യം, ആ മഹത്വം അദ്ദേഹത്തിൻ്റെ അഭിനയത്തിൽ മാത്രമല്ല പെരുമാറ്റത്തിലുണ്ട്, മറ്റുള്ളവരോടുള്ള ആറ്റിറ്റ്യൂഡിലുണ്ട്, എല്ലാത്തിലുണ്ട്. അതെ, ഇടയ്ക്ക് ഞാൻ കണ്ട് പ്രസംഗിക്കുന്ന ചേട്ടനെ കണ്ടപ്പം ഇറങ്ങി വന്നു, പടി കയറണ്ട, കാല് വേദന എടുക്കും, അയ്യോ എന്നെ ആദ്യമായിട്ട് കണ്ടപ്പോൾ വൈക്കത്തുകാരനാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങ് ഭയങ്കര രോമാഞ്ചമായിരുന്നു വരെ മമ്മൂട്ടി പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു. വൈക്കത്തിലേക്ക് താമസം മാറ്റിയല്ലോ, താമസിച്ചു പോയി, കുറച്ചുകൂടെ മുമ്പേ പോകാമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഏതായാലും മമ്മൂട്ടിയെ പറ്റി പറയുകയാണെങ്കിൽ അയ്യോ ഇങ്ങനെയൊന്നുമുള്ളൊരു സ്ഥലം പോരാ, വേണമെങ്കിൽ നമുക്കൊരു പുസ്തകം എഴുതാം.